LDF ഇന്ന് നൽകിയ പരസ്യത്തിന് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വാങ്ങാതെ കണ്ടെത്തൽ. പ്രീ സർട്ടിഫിക്കേഷൻ വാങ്ങിയ ശേഷമാണ് പരസ്യം നൽകേണ്ടത്. സിറാജിലും സുപ്രഭാതത്തിലുമായിരുന്നു സരിന് അനുകൂലമായ പരസ്യം വന്നത്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് സിറാജിലും സമസ്തയുടെ മുഖപത്രങ്ങളായിട്ടുള്ള സിറാജിലും സുപ്രഭാതത്തിലുമായിരുന്നു LDF പാലക്കാട് നിയമസഭാ മണ്ഡല സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിന് അനുകൂലമായിട്ടുള്ള പരസ്യം വന്നത്. എന്നാൽ ഈ ഒരു പരസ്യം LDF പ്രസിദ്ധീകരിച്ചത് മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി ഇല്ലാതെയാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ നോഡൽ ഓഫീസറായിട്ടുള്ള സംവിധാനത്തിന്റെ അനുമതി മേടിച്ചിട്ട് വേണം ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഈ പത്രങ്ങളിൽ മറ്റും പരസ്യം കൊടുക്കാൻ എന്നുള്ളതാണ് ചട്ടം. എന്നാൽ LDF മുന്നണി ഈ സിറാജിലും സുപ്രഭാതത്തിലും ഇത്തരത്തിലൊരു പരസ്യം നൽകിയ സമയത്ത് മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയോ നോഡൽ ഓഫീസറെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ നിയമ നടപടിയിലേക്ക് കടക്കാൻ തുടങ്ങിയാണ്. നേരത്തെ തന്നെ BJP വലിയ ആരോപണങ്ങളുമായി വന്നിരുന്നു. BLOമാരെ ഉൾപ്പെടെ CPM അനുകൂലരായിട്ടുള്ള BLOമാരെ ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ നിയമിച്ച് അനാവശ്യമായി BJPയുടെ വോട്ടുകൾ തള്ളുകയും പല സ്ഥലങ്ങളിലുമുള്ള ആളുകളെ വോട്ടുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിഷ്ക്രിയമാക്കുന്ന ഒരു പ്രവർത്തനമാണ് CPMന്റെയും LDFന്റെയും ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണം നേരത്തെ തന്നെ BJP മുന്നോട്ടേക്ക് വെക്കുന്നത്. ഈ സമയത്താണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം സിറാജിലും സുപ്രഭാതത്തിലും ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളുടെ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് CPM ഒരു പരസ്യം നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ പരസ്യം നൽകിയതിന് അനുമതി വാങ്ങിയിട്ടില്ല എന്നൊരു സുപ്രധാനമായ വിവരമാണ് പുറത്തുവരുന്നത്. നോഡൽ ഓഫീസറുടെ അനുമതി വാങ്ങിയിട്ടില്ല. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അതിനാൽ തന്നെ നിയമ നടപടിയിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് മറ്റു മുന്നണികൾ. ശരി ഗോകുൽ.